ഹറാമാക്കിയതൊക്കെ ഹലാലായി വിചാരിക്കണ്ട. 50% പെണ്ണിന് സംവരണമുണ്ടെന്ന് കരുതി മതം നിഷിദ്ധമാക്കിയത് ഹലാലായിട്ടില്ല, വിലക്കിയത് ഹലാലായിട്ടില്ല. അന്യ സ്ത്രീ പുരുഷൻ സമ്പർക്കത്തിന്റെ നിയമം മാറ്റിവെച്ചിട്ടില്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ എന്തുമാകാമെന്നാരും വിചാരിക്കണ്ട. അവനവന്റെ തഖ്വ അവനവൻ ആലോചിച്ചോ. നിന്റെ കൂടെ ഖബറിലേക്ക് വരാൻ, വോട്ട് പിടിക്കാൻ കൂടെ വരുന്ന നാട്ടുകാരില്ല. കൈപിടിച്ച് കൈപ്പത്തിയോ മറ്റു പത്തിയോ ഏത് പാർട്ടിയോ ഏത് മുദ്രയോ നിന്നെ ചേർത്താൻ നടക്കുന്നവര് നാളെ നിന്റെ കൂടെ ഖബറിൽ വരാനില്ല. വോട്ട് തന്നവരില്ല, വോട്ട് പിടിച്ചവരില്ല, കൂട്ടുപിടിച്ചവരില്ല, സ്ഥാനാർത്ഥിയാക്കിയവരില്ല. അവനവൻ ഒരു ലോകം വരാനുണ്ട്. അതാ ഈ ലക്ഷം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ തന്നെ നോമിനേറ്റ് ചെയ്ത അല്ലെങ്കിൽ നാമനിർദ്ദേശം കൊടുത്ത സ്ഥാനാർത്ഥികള് പലരും മരിച്ചുപോയില്ലേ? ഒരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് മരം വീണ് മരിച്ചു അത്രേ. എത്ര വലിയ സ്വപ്നത്തിലാണ് ഇറങ്ങിയത്. പടച്ചവന്റെ തീരുമാനം വന്നു, മത്സരിക്കണ്ട, മണ്ഡലത്തിലാളു വേണ്ട. ഇതല്ലേ പരമാധികാരിയുടെ അധികാരം വരും, അവന്റെ നിയമം വരും, അവന്റെ നിർണയം വരും. അത് മറന്നുകൊണ്ട് ആടണ്ട. തഖ്വയോടെ ജീവിച്ചോളണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് അല്ലാഹു വിലക്കിയ ഒരു കാര്യത്തിലും വീണുപോകല്ലേ, ഹറാമിൽ അകപ്പെട്ടു പോകല്ലേ, പലിശ തിന്നല്ലേ, കൊടുക്കല്ലേ, വാങ്ങല്ലേ, കൂട്ടുനിൽക്കല്ലേ. അല്ലാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നോളണേ. അല്ലാഹ് ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ ബർക്കത്ത്